നമ്മുടെ രാജ്യം ഇന്ത്യ നിലവിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ കോവിഡ്-19 എന്ന മഹാമാരി അല്ലേ? രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ മഹാമാരിക്കെതിരെ പൊരുതുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. വാക്സിനുകളും മറ്റും കൂടുതൽ ലഭ്യമാകുന്ന അവസരത്തിൽ ഈ ഒരു കാര്യത്തിൽ മികവ് പുലർത്താൻ നമുക്ക് കഴിയുമെന്ന ഉറപ്പാണ്. അധികം വൈകാതെ തന്നെ മാസ്കുകളും സാനിറ്റൈസറുകളും നമ്മൾ ഇന്ന് അകലുമെന്ന പ്രതീക്ഷ വളരെയധികമാണ് അല്ലേ ടോസ്പിഡിൻ്റെ ഫ്രണ്ട്സുകളെ? കൊറോണ മഹാമാരി നമ്മളിന്ന് അപകരിച്ചത് നിരവധി ആളുകളുടെ ജീവനാണ്. ആദ്യഘട്ടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും കൂട്ടായ പ്രവർത്തനവും മികച്ച മുൻകരുതലുകളും പിന്നീടുള്ള ഘട്ടങ്ങളിൽ മരണവ്യാപ്തി കുറച്ചു. മുന്നോട്ടും തീർച്ചയായിട്ടും അത് കുറഞ്ഞു തന്നെ ആയിരിക്കും വരുന്നത്. കൊറോണ മഹാമാരി നമ്മളിലേക്ക് വന്നിട്ട് ചുരുങ്ങിയ കാലയാകുന്നുള്ളൂ അല്ലേ? എന്നാൽ അതിന് അല്പമെങ്കിലും ചെറുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി, ശരിയല്ലേ? എന്നാൽ വർഷങ്ങളായി നമ്മുടെ കൂടെയുള്ളതും ചെറുക്കാൻ എളുപ്പമായിരുന്നിട്ട് കൂടിയും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു മഹാമാരിയാണ് റോഡ് ആക്സിഡൻറ്റ്. ഒരു വർഷം 4.5 ലക്ഷം റോഡ് ആക്സിഡൻറ്റുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ 1.5 ലക്ഷം ആളുകളുടെ മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പേര് പല ബുദ്ധിമുട്ടുകളുമായിട്ട് മുന്നോട്ട് ജീവിതം തള്ളി നീക്കുന്നു. തടയാൻ പല നിയമ സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം തന്നെ നോക്കുകുത്തികളായി നിൽക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. പലപ്പോഴും അശ്രദ്ധയില്ലായ്മയും അമിത വേഗതയും ഒക്കെയാണ് പലരുടെയും ജീവിതത്തിന് തന്നെ കരിനിഴൽ വീഴ്ത്തുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മനസാന്നിധ്യം കൈവിടാതെ വലിയ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കാതെ മികച്ച ചില തീരുമാനത്തിലൂടെ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്ന ചില ആളുകളുമുണ്ട്. ഇന്ന് നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരമൊരു ആക്സിഡൻറ്റിനെ പറ്റിയാണ്. സോളാർ കണ്ടാഗഡ് നാഷണൽ ഹൈവേ റൂട്ടിലാണ് ഇത്തരമൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഷിംലയിലേക്ക് ലോഡുമായി പുറപ്പെടുകയായിരുന്ന ഒരു ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. നടന്ന സംഭവം വിശദീകരിക്കുകയാണെങ്കിൽ ഷിംലയിലേക്ക് പുറപ്പെടുകയായിരുന്ന ട്രക്ക് നോർമൽ സ്പീഡ് ലിമിറ്റിലായിരുന്നു മുന്നോട്ട് വന്നത്. ഈ ട്രക്ക് ഒരിക്കലും അമിത വേഗതയിലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം CCTV വഴി പുറത്തു വന്ന ഈ വീഡിയോയിൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അങ്ങനെ നോർമൽ സ്പീഡിൽ മുന്നോട്ട് വരുന്ന ട്രക്ക് ട്രാഫിക് മൂലം സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ സ്പീഡ് കുറയ്ക്കാനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത ഡ്രൈവർക്ക് ബ്രേക്ക് കിട്ടാതെ വരികയാണ്. മുമ്പിലാണെങ്കിൽ നിരവധി വാഹനങ്ങളും ചീറിപ്പാഞ്ഞു വരുന്നു. കാൽനട യാത്രക്കാർ, വഴിയൊരു കച്ചവടക്കാർ തുടങ്ങി നിരവധി ആളുകളാണ് മറുവശത്ത് നിൽക്കപ്പെടുന്നത്. ആ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ താൻ കാരണം നിരവധി ആളുകളുടെ ജീവിതം ബലിയാടായേക്കാം. ഏതൊരാളും പതറിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ ആ ട്രക്ക് ഡ്രൈവർ തൻ്റെ മനസാന്നിധ്യം കൈവിടാതെ മുന്നോട്ട് പാഞ്ഞു. പിക്കപ്പിനെ രക്ഷിക്കാൻ ഇടത്തോട്ട് വാഹനം വെട്ടിച്ചു മാറ്റി. തൊട്ടടുത്തെത്തിയ പിക്കപ്പിനെ മാത്രമാണ് ആ സമയം അദ്ദേഹം പരിഗണിച്ചത്. ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെ തുണച്ചു. പിക്കപ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഒരല്പം ഡാമേജ് മാത്രം സൃഷ്ടിച്ചുകൊണ്ട് പിക്കപ്പ് ഡ്രൈവറെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ ട്രക്ക് ഡ്രൈവറുടെ ഈ പ്രവൃത്തിക്ക് കഴിഞ്ഞുവെന്ന് വേണം പറയാനായിട്ട്. പിക്കപ്പിനെ രക്ഷിക്കാൻ ഇടത്തോട്ട് തിരിഞ്ഞ ട്രക്കിന് വേറെയും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇടത് സൈഡിൽ കൂടി മുന്നോട്ട് പോകുന്ന വാഹനങ്ങൾ, ആളുകൾ എന്നീ വെല്ലുവിളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല തൻ്റെ മുന്നിൽ. പിക്കപ്പിൽ തട്ടിയതുകൊണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് ഒരല്പം കുറഞ്ഞു എന്ന് മാത്രം. ആ നിമിഷം അദ്ദേഹം ഓർത്തിട്ടുണ്ടാവാം, താൻ മൂലം ഏതെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് ജീവിതകാലം മുഴുവൻ തന്നെ വേട്ടയാടും. അതെങ്ങനെ ഒഴിവാക്കണം? മറ്റു നാശനഷ്ടങ്ങൾ എങ്ങനെയും താൻ വീട്ടിക്കൊള്ളാം. ഈ ഒരു മനോഭാവം പിക്കപ്പിനെ അപകടത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവണം. ഇടത്തോട്ട് വെട്ടിച്ച വണ്ടി നേരെ ഇടിച്ചത് മറ്റൊരു കാറിലാണ്. ട്രക്കിൽ നിന്ന് ഏറ്റ ഇടി ഈ വാഹനത്തെ സൈഡിലുള്ള കടയിലേക്ക് നീക്കി. അല്പം കൂടി നീങ്ങിയിരുന്നെങ്കിൽ കടയ്ക്കും ട്രക്കിനുമിടയിൽ ഞെരുങ്ങി ആ കാറിലുള്ള ആൾക്ക് ഒരു പക്ഷേ അപായം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ മനസാന്നിധ്യം കൈവിടാതെ ട്രക്ക് ഡ്രൈവർ ഉടനെ തന്നെ വലത്തോട്ട് ട്രക്കിനെ നീക്കി. ട്രാഫിക് ജാമിൽ നിരങ്ങി നീങ്ങിക്കൊണ്ടിരുന്ന കുറേ വാഹനങ്ങളിൽ ഏറ്റവും പിറകിലുള്ള വാഹനത്തിൽ ചെന്നിടിച്ചുകൊണ്ട് ട്രക്ക് തൻ്റെ ഓട്ടം നിലച്ചു. ട്രക്കിടിച്ച കാറ് മുമ്പിലുള്ള മറ്റൊരു കാറിലും അത് അതിൻ്റെ മുമ്പിലുള്ള കാറിലും ഇടിച്ചു. ഒരു കൂട്ടെഴി തന്നെയാണ് അവിടെ നടന്നത്. എന്നിരുന്നാലും ആർക്കും ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ഒരു ആക്സിഡൻറ്റ് വഴി ഏകദേശം 10ഓളം വാഹനങ്ങളാണ് പരസ്പരം കൂട്ടിയിടിച്ചത്. ട്രക്ക് ഡയറക്റ്റ് ഇടിച്ചത് പിക്കപ്പിലും മറ്റൊരു കാറിൻ്റെ സൈഡിലും വേറൊരു കാറിൻ്റെ പിറകിലുമാണെങ്കിൽ ഈ കാറുകൾ ട്രക്കിൻ്റെ വേഗത അനുപാതികമായ ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ പരസ്പരം കൂട്ടിയിടിച്ചു. ഇതിനിടയിൽ ട്രക്ക് ഇടിച്ച് നിർത്തിയ പിക്കപ്പിൻ്റെ പിറകിൽ മറ്റൊരു കാറും വന്നിടിച്ചു. ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് 10ഓളം വണ്ടികൾക്കാണ് ചെറുതും വലുതുമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത്. എന്നാൽ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ്. വാഹനത്തിൽ ഇരുന്നവരും പെഡസ്ട്രിയൻസും ഒരേപോലെ രക്ഷപ്പെട്ട ഈ സംഭവം അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കില്ല.
എന്നാൽ ഈ സംഭവത്തിന് ശേഷം നിരവധി ആളുകൾ ഈ ട്രക്ക് ഡ്രൈവറെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഫോൾട്ട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പൂർണ്ണമായിട്ടും നമുക്കിത് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല ഒരിക്കലും. ബ്രേക്ക് ഉൾപ്പെടെയുള്ള പല കമ്പോണൻസുകളും ഏത് നിമിഷവും തകരാറിലായേക്കാം. ഒരുപക്ഷെ മെയിൻ്റനൻസ് കുറവ് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. എന്നിരുന്നാലും അതൊരു സാധ്യത മാത്രം. അതിനിടയിൽ കൂട്ടിയിടി സംഭവിച്ച കാറുകളുടെ ആരാധകർ ഇടിയുടെ ആഘാതം പറഞ്ഞ് പരസ്പരം കലയിക്കുന്നുമുണ്ട്. അതിലേറ്റവും രസകരമായ ഒന്നാണ് ഇടികൊണ്ട ഡിസൈർ സ്വിഫ്റ്റായി മാറിയത്. അതോടൊപ്പം എസ് ക്രോസിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെയും നിരവധി പേര് അഭിനന്ദിക്കുന്നുമുണ്ട്. ഇത്തരം ആക്സിഡൻറ്റുകൾ ഇന്ത്യയിൽ പതിവുള്ളതാണ്. ഇവിടുത്തെ റോഡുകളും അതോടൊപ്പം ഡ്രൈവിങ്ങിലെ ചില പോരായ്മകളുമാണ് ഇത്തരം അപകടങ്ങൾക്കുള്ള പ്രധാന കാരണമായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. പലരും മോശം കണ്ടീഷനുള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതും മറ്റൊരു കാരണമാണ്. കൊറോണ പോലെയുള്ള മഹാമാരിക്കെതിരെ നമ്മൾ കൊടുക്കുന്ന അതേ കരുതൽ തന്നെ അത്തരം ആക്സിഡൻറ്റുകൾക്ക് നമ്മൾ കാണിക്കണം. ഇന്ത്യയിൽ ഒരു വിഭാഗം ജനങ്ങൾ അപ്രത്യക്ഷരാകാൻ ഓരോ വർഷവും ആക്സിഡൻറ്റുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അത് കുറയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം തയ്യാറാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ചൂടെ നിങ്ങളെല്ലാവരും മറക്കാതെ കുറിക്കുക കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ടോപ്പ് സ്പീഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മാന്യദേഹങ്ങളും ദയവായിട്ട് നമ്മുടെ മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ടോപ്പ് സ്പീഡ് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്റ്റേ ട്യൂൺ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.